I am Professor N.S. Shama Prasad. Today we are going to discuss the legislative procedure in Parliament. Legislative procedure in Parliament means how do we make laws? എങ്ങനെയാണ് നമ്മൾ നിയമം ഉണ്ടാക്കുന്നത്? അതാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ പാർലമെന്റ് ഓരോ വർഷം എത്ര നിയമം ഉണ്ടാക്കുന്നുള്ള ആർക്കും അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നിയമങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. ഇന്ത്യയിലെ പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും കൂടെ ഉണ്ടാക്കിയ നിയമങ്ങളുടെ എണ്ണം ആർക്കും പറയാനൊക്കത്തില്ല. 3000, 4000, 5000 കാണും. അപ്പൊ പാർലമെന്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഫാക്ടറി ഓഫ് ലോസ് ആണ്. പാർലമെന്റ് ഈസ് എ ഫാക്ടറി ഓഫ് ലോസ്. ദേ മേക്ക് എ നമ്പർ ഓഫ് ലോസ്. അപ്പം 1952 തൊട്ട് ഇതുവരെയുള്ള കാലം നോക്കിയാൽ പാർലമെന്റ് എത്ര നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്? സോ മെനി ലോസ് ആർ ബീൻ മെയ്ഡ് ബൈ ദ പാർലമെന്റ്. ഇപ്പൊ ഈ ബില്ലുകൾക്കെല്ലാം പ്രത്യേകതകളുണ്ട്. ഓരോ ബില്ലിന് ഓരോ തരം, അതായത് ഒരു ടൈപ്പ് ഓഫ് ബിൽ. അപ്പൊ നമുക്ക് 3 തരം ബില്ലാണ്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ, ഭരണഘടന ഭേദഗതി ബില്ല്, അതൊരു പ്രത്യേക ഗ്രൂപ്പാണ്. മണി ബിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ്, അതൊരു പ്രത്യേക ടൈപ്പാണ്. ഇത് രണ്ടുമല്ലാത്താണ് ഓർഡിനറി ബിൽ. ഓർഡിനറി ബില്ലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹൗ ഡു വി മേക്ക് ആൻ ഓർഡിനറി ലോ? അപ്പൊ ബില്ല്, ലോയ്, ഈ 2 ടേം ഉണ്ട്. നമുക്കറിയാമായിരിക്കും, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. ബില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രപ്പോസലാണ്. ബില്ല് അവതരിപ്പിക്കുന്നു, അത് പാർലമെന്റ് പാസ്സാക്കുന്നു, പ്രസിഡന്റ് ഒപ്പിടുന്നു. ഒപ്പിടുന്നതോടെ ആ നിയമമായിട്ട് മാറും. അപ്പൊ ബില്ല് പ്രസിഡന്റ് ഒപ്പിടുന്നതോടെ ആക്ടായി മാറും, അല്ലെങ്കിൽ നിയമമായിട്ട് മാറും. അത് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് അറിയിക്കും, ഇന്ന തീയതി മുതൽ നിലവിൽ വരും. അന്ന് മുതലാണ് ആ ബില്ല്, ആ നിയമം, ആക്ട് നിലവിൽ വരുന്നത്. അപ്പൊ നമ്മൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓർഡിനറി ബിൽ. എങ്ങനെയാണ് ഒരു ഓർഡിനറി ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നത്, എങ്ങനെയാണ് ഒരു ഓർഡിനറി നിയമം നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണ പറയുകയാണെങ്കിൽ പാർലമെന്റ് 2 തരം ബില്ലുകളാണ് അവതരിപ്പിക്കുന്നത്. ഓർഡിനറി ബിൽ 2 തരത്തിലുണ്ട്. ഒന്ന് ഗവൺമെന്റ് ബിൽ എന്ന് പറയും. ഒന്ന് ഗവൺമെന്റ് ബില്ല്, മറ്റേത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. ഗവൺമെന്റ് ബില്ലും പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലും. ഗവൺമെന്റ് ബിൽ ആൻഡ് ദി അതർ വൺ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. ഗവൺമെന്റ് ബിൽ എന്ന് വെച്ചാൽ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ മീൻസ് എ ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എ പ്രൈവറ്റ് മെമ്പർ. പ്രൈവറ്റ് മെമ്പർമാർക്കും ബില്ല് അവതരിപ്പിക്കാൻ അവകാശമുണ്ട്. അപ്പൊ ഓർഡിനറി ബില്ല് എംപിമാർക്ക് ആർക്ക് വേണമെങ്കിലും അവതരിപ്പിക്കാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓർഡിനറി ബില്ല് ആർക്ക് അവതരിപ്പിക്കാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് എം പിക്കും, പാർലമെന്റിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പി, എലക്ടഡ് നോമിനേറ്റ് എം പി, എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ബില്ല് അവതരിപ്പിക്കാം. ഓർഡിനറി ബില്ല് അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ദാറ്റ് പോയിന്റ് യു മസ്റ്റ് റിമെമ്പർ. സെക്കൻഡ്, നോ പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് ഈസ് നോമിനലി റിക്വയർഡ്. സാധാരണ പ്രസിഡന്റ് പെർമിഷൻ വേണ്ട, ആർക്ക് വേണമെങ്കിലും ബില്ല് അവതരിപ്പിക്കാം. പക്ഷെ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് മന്ത്രിമാരാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. മറ്റുള്ളവർ വളരെ റെയറായിട്ട് അവതരിപ്പിക്കാറുള്ളൂ. ഭരണകക്ഷിയിലെ മന്ത്രിമാർ ബില്ല് അവതരിപ്പിക്കും, കൺസേൺ മന്ത്രിമാർ ബില്ല് അവതരിപ്പിക്കും. പ്രൈവറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഓർഡിനറി മെമ്പേഴ്സ് അവതരിപ്പിക്കാറില്ല. അതിന്റെ കാരണം, ഒരു പ്രതിപക്ഷ മെമ്പർ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, അത് പാസ്സാകത്തില്ല. സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിന് മജോറിറ്റി ഇല്ല, ആ ബില്ല് പാസ്സാകത്തില്ല. അപ്പം സാധാരണഗതിയിൽ പ്രതിപക്ഷക്കാർ ബില്ല് അവതരിപ്പിക്കാറില്ല. ഇനി ഭരണകക്ഷി, മന്ത്രിമാരല്ലാത്ത ഭരണകക്ഷിയിൽ അംഗങ്ങൾ ബില്ല് അവതരിപ്പിച്ച ചിലപ്പോൾ പാസ്സാകാം. പക്ഷെ അവർ പാർട്ടിയോട് ചോദിക്കും, അവർ പറയും ആ നല്ല ബില്ല് ഗവൺമെന്റ് അവതരിപ്പിച്ചോളാം, നിങ്ങൾ അവതരിപ്പിക്കണ്ട. അതുകൊണ്ട് നമ്മൾ ഫൈനലി കണ്ടുവരുന്നത് ഗവൺമെന്റ് മിനിസ്റ്റേഴ്സ് ആണ് സാധാരണ ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ല് ഏത് ഹൗസിൽ അവതരിപ്പിക്കാം? 2 ഹൗസിൽ അവതരിപ്പിക്കാം. ലോക്സഭയിൽ അവതരിപ്പിച്ചു, പിന്നെ രാജ്യസഭയിൽ എത്തിക്കുക, അല്ലെങ്കിൽ രാജ്യസഭയിൽ അനുസരിച്ച് പാസ്സാക്കിയിട്ട് ലോക്സഭയിൽ എത്തിക്കുക. അപ്പൊ എവിടെ തന്നെ തുടങ്ങാം? ഒരു ഹൗസിൽ തുടങ്ങുന്നു, മറ്റേ ഹൗസിൽ തീരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 2 ഹൗസും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ബില്ല് പാസ്സാക്കാവുന്നതാണ്. അപ്പം ബില്ല് പ്രിപ്പയർ ചെയ്യുന്ന സാധാരണയിൽ ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് എ ബില്ല് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പൊ ഒരു ഓർഡിനറി ബില്ല് ഉണ്ടാക്കുന്നു. ഇപ്പൊ നമ്മളെ ഇൻഫർമേഷൻ ആക്ട് ആകാം, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ആകാം, മോട്ടോർ വെഹിക്കിൾ ആക്ട് ആകാം. നമ്മൾ ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട്. അപ്പൊ ഈ ബില്ല് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകത ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം, ലീഗൽ എക്സ്പെർട്ടൈസ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാൽ നമ്മൾ ഉണ്ടാക്കുന്ന ബില്ല് ഭരണഘടനയ്ക്ക് എതിരാകാൻ പാടില്ല, മറ്റ് നിയമങ്ങൾക്ക് എതിരാകാൻ പാടില്ല, സുപ്രീം കോടതി വിധിക്ക് എതിരാകാൻ പാടില്ല, ഫണ്ടമെന്റൽ റൈറ്റിന് എതിരാകാൻ പാടില്ല. ഇതെല്ലാം നോക്കിയാണ് ബില്ല് ഉണ്ടാക്കാൻ. അപ്പൊ എന്താണ് ബില്ല് ഉണ്ടാക്കുന്നത്? സാധാരണ ലോ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് കേന്ദ്ര ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ബില്ല് ഉണ്ടാക്കുന്നത്. അവർ എക്സ്പേർട്സ് ആണ്, അവിടെ ഉള്ളവർ ലീഗൽ എക്സ്പേർട്സ് ആണ്. അവരാണ് ബില്ല് ഉണ്ടാക്കുന്നത്. ഇപ്പൊ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ഉണ്ടാക്കണം, അവരെ അറിയിക്കുന്നു. എഡ്യൂക്കേഷൻ ബില്ല് ഉണ്ടാക്കണം, അവരെ അറിയിക്കുന്നു. അവർ ബില്ല് ഉണ്ടാക്കും. പക്ഷേ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് അവരുമായിട്ട് ചേർന്ന് വേണം. ഇന്നത്തെ കൺസേൺ ഡിപ്പാർട്ട്മെന്റിന് അറിയാവുന്നത്
ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്. ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ വെച്ചൊരു ബില്ല് അവതരിപ്പിക്കും, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല്. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനൊരു ബില്ല് ആവശ്യപ്പെടും. അപ്പം ഞങ്ങൾക്ക് ഇന്ന തരത്തിലുള്ള ബില്ലാണ് വേണ്ടത്, വിദ്യാഭ്യാസ വകുപ്പ് പറയും. അത് കേട്ടിട്ട് അതനുസരിച്ച് ലോ ഡിപ്പാർട്ട്മെന്റ് ബില്ല് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ഈ ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പൊ ഓണറി MPs ഒന്നും ബില്ല് പ്രിപ്പയർ ചെയ്യാൻ പോകത്ത്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലീഗൽ എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അപ്പൊ മിനിസ്ട്രി ഓഫ് ലോ ഇൻ കൺസൾട്ട് വിത്ത് ദ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർസ് ദ ബിൽ. അപ്പൊ പ്രിപ്പയർ ചെയ്തൊക്കെ വരുമ്പോഴായിരിക്കും ഡൗട്ട്, ഇത് ഭരണഘടനയ്ക്ക് അനുസരിച്ചാണോ കോടതി വിധിക്ക് അനുസരിച്ചാണോ എന്നൊക്കെ ഉണ്ട്. ഡൗട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ അറ്റോർണി ജനറൽ അയക്കും, അറ്റോർണി ജനറൽ പരിശോധിച്ചിട്ട് അത് അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബില്ലിന് കുഴപ്പമില്ല എന്നുള്ളത്. അതാണ് അറ്റോർണി ജനറൽ ഫൈനൽ അപ്രൂവ് ചെയ്തിട്ടാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ആ ബില്ലിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിലും അറ്റോർണി ജനറലിനെ ചിലപ്പം പാർലമെന്റ് വരുത്തുന്നത് കൊണ്ടാണ് ഫൈനലി ഇറ്റ് വിൽ ബി അപ്രൂവ്ഡ് ബൈ ദ അറ്റോർണി ജനറൽ. അപ്പം ഹൂ പ്രിപ്പയർസ് ദ ബിൽ എന്ന് ചോദിച്ചാൽ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് ഇൻ കൺസൾട്ട് വിത്ത് ദ ലോ ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർസ് ദ ബിൽ. മറ്റവർക്കും ബില്ല് ഉണ്ടാക്കാം, പക്ഷെ അവരൊന്നും സാധാരണ ഉണ്ടാക്കാറില്ല. അപ്പൊ ബില്ല് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പാർലമെന്റ് അവതരിപ്പിക്കുന്നു, പാസ്സാക്കും. അപ്പം സാധാരണ മെമ്പേഴ്സ്, പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം. 30 ദിവസം നോട്ടീസ് കൊടുത്താൽ മാത്രമേ ബില്ല് അവതരിപ്പിക്കാൻ അനുവാദം കിട്ടുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും, പ്രൈവറ്റ് മെമ്പർ ബില്ല് എത്ര ദിവസം കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടത്തുള്ളൂ? മിനിമം 30 ദിവസം നേരത്തെ കൊടുത്തിരിക്കണം. ഗവൺമെന്റ് ബില്ലാണെങ്കിൽ 7 ദിവസം മതി. ഗവൺമെന്റ് ബില്ല് സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ്. 7 ദിവസത്തിനകം അതിന് അപ്രൂവൽ കിട്ടാവുന്നതാണ്. 7 ദിവസത്തിനകം 7 ദിവസം നോട്ടീസ് മതി ഗവൺമെന്റ് ബില്ല്. അപ്പം ബില്ല് അവതരിപ്പിച്ചു, പാസ്സാക്കുന്നു. ഇനി അതിനുള്ള സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സിനെ നമ്മൾ അറിയപ്പെടുന്നത് റീഡിംഗ് എന്നാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത്. നമ്മുടെ നിയമം ഉണ്ടാക്കുന്ന സംവിധാനം ബ്രിട്ടനിൽ നിന്നാണ് എടുത്തത്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്താണ്, ബോറോഡ് ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം 3 റീഡിംഗ് ഉണ്ട്. എല്ലാ ബില്ലിനും 3 റീഡിംഗ് ഉണ്ട്. എല്ലാ ഓർഡിനറി ബില്ലിനും 3 റീഡിംഗ് ഉണ്ട്. ഈ റീഡിംഗ് അറിയപ്പെടുന്നത് ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ്. 3 റീഡിംഗ് ആണ്. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ്. ഈ 3 കഴിഞ്ഞാലേ ഹൗസിലെ ജോലി ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ മന്ത്രി അവതരിപ്പിക്കാന്ന് വിചാരിക്കാം. മന്ത്രി പാർലമെന്റ് വരുന്നു, ലോക്സഭയിൽ മെമ്പർ ആണെങ്കിൽ ലോക്സഭയിൽ വന്ന് ബില്ല് അവതരിപ്പിക്കുന്നു. അദ്ദേഹം പെർമിഷനോടെ ബില്ല് അവതരിപ്പിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയും, ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ബിൽ. ദീസ് ആർ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിൽ. എന്തുകൊണ്ടാണ് ഈ ബില്ല് വരുന്നത്, അതിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് മന്ത്രി പറയും. അതേസമയത്ത് ഓർഡിനൻസ് റിപ്ലേസ് ചെയ്യാനുള്ള ബില്ലാണെങ്കിൽ മന്ത്രി പറയും എന്തുവായിരുന്നു അർജൻസി, എന്തുകൊണ്ടാണ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് ചെയ്യുന്നത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ അദ്ദേഹം ബില്ല് അവതരിപ്പിക്കുന്നു. എന്നിട്ട് ബില്ല് അവതരിപ്പിക്കുന്നതിന് പെർമിഷൻ ചോദിക്കുന്നു. മജോറിറ്റി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പെർമിഷൻ കിട്ടുന്നു. അതോടെ ബില്ല് പാർലമെന്റ് അവതരിപ്പിച്ചിരിക്കുന്നു. അതിനാണ് നമ്മൾ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് റീഡിംഗ് ഈസ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബിൽ. നോർമലി ഫസ്റ്റ് റീഡിംഗ് ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ MPമാർക്കെല്ലാം ബില്ലിന്റെ കോപ്പി കൊടുക്കുന്നു, ബില്ല് ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. ചിലപ്പം അവതരിപ്പിക്കുന്ന മുമ്പേ ബില്ല് ചിലപ്പം പാർലമെന്റ് ഗസറ്റ് പബ്ലിഷ് ചെയ്യാം. എന്നാൽ നോർമൽ പ്രാക്ടീസ് ബില്ല് അവതരിപ്പിക്കുന്നതോടെ ബില്ലിന്റെ കോപ്പി MPസിന് കൊടുക്കുന്നു, ബില്ല് ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നു. ഫസ്റ്റ് റീഡിംഗ് ഈസ് ഓവർ. അപ്പോൾ ഫസ്റ്റ് റീഡിംഗ് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബിൽ ആൻഡ് ദ മിനിസ്റ്റർ എക്സ്പ്ലെയിൻസ് ദ എയിംസ് ആൻഡ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിൽ, വൈ വി ആർ ഇൻട്രൊഡ്യൂസിംഗ് ദിസ് ബിൽ. ഇത് കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള ബില്ലാണ് ഉടൻ തന്നെ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ബില്ല് വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പോഴാണ് ഡീറ്റെയിൽ ഡിസ്കഷൻ നടക്കുന്നത്, അന്നേരമാണ്. അതിനാണ് നമ്മൾ പറയുന്നത് സെക്കൻഡ് റീഡിംഗ്. അപ്പൊ ബില്ല് അജണ്ട പ്രകാരം വീണ്ടും എടുത്ത് ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യാന്ന് വെച്ചാൽ ക്ലോസ് ബൈ ക്ലോസ് ഡിസ്കഷൻ. അതിലെ ഓരോ വകുപ്പിന്റെ കാര്യങ്ങളെ ആലോചിക്കുക, അതിനെക്കുറിച്ച് തീരുമാനം എടുക്കുക. അതിനാണ് സെക്കൻഡ് റീഡിംഗ്. ക്ലോസ് ബൈ ക്ലോസ് ഡിസ്കഷൻ ഓഫ് ബിൽ ടേക്സ് പ്ലേസ്. അന്നേരം ഭരണപക്ഷ MPമാർക്കും പ്രതിപക്ഷ MPമാർക്കും ഒക്കെ സജഷൻ വരുത്താം, ഓൾട്ടറേഷൻ സജസ്റ്റ് ചെയ്യാം, അമെന്റ്മെന്റ് സജസ്റ്റ് ചെയ്യാം. മന്ത്രി സംബന്ധിച്ച് അമെന്റ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വോട്ടിട്ട് തള്ളിക്കളയും. അപ്പൊ ഇങ്ങനെ പല സജഷൻസ് അവിടെ വരും. ഈ സജഷൻസ് അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. അങ്ങനെ ബില്ലിനെ കുറിച്ചൊരു ക്ലോസ് ബൈ ക്ലോസ് ഡിസ്കഷൻ തീരുമ്പം സെക്കൻഡ് റീഡിംഗ് ഈസ് ഓവർ. അപ്പോൾ ഫസ്റ്റ് റീഡിംഗ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. സെക്കൻഡ് റീഡിംഗ് വെച്ചാൽ ഡീറ്റെയിൽ ഡിസ്കഷൻ ഓഫ് ദ ബിൽ, ക്ലോസ് ബൈ ക്ലോസ് ഡിസ്കഷൻ, അമെന്റ്മെന്റ്സ് ക്യാൻ ബി പ്രപ്പോസ്ഡ്, അമെന്റ് ക്യാൻ ബി സജസ്റ്റഡ്. മന്ത്രി തീരുമാനിക്കും വേണോ വേണ്ടത്. അപ്പൊ മന്ത്രിക്കാണ് ബില്ലിനെ സംബന്ധിച്ച ഫുൾ റെസ്പോൺസിബിലിറ്റി.
ബിൽ അവതരിപ്പിക്കുന്ന മന്ത്രിയാണ്, അമെൻമെന്റ് വേണം തീരുമാനിക്കുന്ന മന്ത്രിയാണ്, മന്ത്രിയുടെ ജോലിയാണ്. ഹി മസ്റ്റ് ഫൈനലി സീ ദാറ്റ് ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ്, ഇറ്റ് ബിക്കംസ് എ ലോ. അതിന് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ദ മിനിസ്റ്റർ വിൽ പൈലറ്റ് ദ ബിൽ. മിനിസ്റ്റർ പൈലറ്റ് ദ ബിൽ. പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റിന്റെ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ മിനിസ്റ്റർ വിൽ പൈലറ്റ് ദ ബിൽ. അദ്ദേഹത്തിന്റെ ചുമതലയാണ് ഹി മസ്റ്റ് സീ ദാറ്റ് ദ ബിൽ ഈസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ്. അപ്പൊ അദ്ദേഹം സമ്മതിക്കുന്നു, അമെൻമെന്റ്സ് അനുവദിക്കുന്നു, അമെൻമെന്റ്സ് അനുവദിക്കാതിരിക്കുന്നു. അങ്ങനെ സെക്കൻഡ് റീഡിംഗ് ഈസ് ഓവർ. സെക്കൻഡ് റീഡിംഗ് കഴിഞ്ഞപ്പം ബില്ല് ഏകദേശം മെച്യൂർ സ്റ്റേറ്റ് ആയി കഴിഞ്ഞു. ഇനി തേർഡ് റീഡിംഗ്. തേർഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നോ അമെൻമെന്റ് ക്യാൻ ബി പ്രപ്പോസ്ഡ്. തേർഡ് റീഡിംഗ് സമയത്ത് അമെൻമെന്റ് ഒന്നും സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അമെൻമെന്റ് ഒന്നും പ്രപ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. ബില്ലിനെ കുറിച്ച് ഒരു ചെറിയ ഡിസ്കഷൻ നടത്തുന്നു. ദ ബിൽ ആസ് എ ഹോൾ ഈസ് പുട്ട് ടു വോട്ട്. ബില്ല് വോട്ടിനെടുത്തു. സാധാരണത്തിൽ ഗവൺമെന്റ് അവതരിക്കുന്ന ബില്ലാണ് പാസ്സാകും, ഗവൺമെന്റ് മെജോറിറ്റി ഉണ്ട്. അങ്ങനെ ബില്ല് ആ ഹൗസ്, ലോക്സഭ ആണെങ്കിൽ ലോക്സഭ പാസ്സാക്കുന്നു, രാജ്യസഭ ആണെങ്കിൽ രാജ്യസഭ പാസ്സാക്കുന്നു. അപ്പൊ ഒരു ഹൗസ് പാസ്സായി കഴിഞ്ഞാൽ നേരെ അത് ആ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട് മറ്റേ ഹൗസിനെ വെച്ചു കൊടുക്കും. ലോക്സഭ ആണെങ്കിൽ ലോക്സഭ സ്പീക്കർ ഒപ്പിട്ട് ഇത് പാസ്സാക്കിയ ബില്ലാണ് എന്ന് പറഞ്ഞ് രാജ്യസഭയ്ക്ക് അയച്ചു കൊടുക്കും. രാജ്യസഭ പാസ്സാക്കിയ ബില്ലാണെങ്കിൽ വൈസ് പ്രസിഡന്റ് പാസ്സായി എന്ന് പറഞ്ഞ് ലോക്സഭയ്ക്ക് അയച്ചു കൊടുക്കും. ഈ രണ്ടാമത്തെ ഹൗസിൽ വീണ്ടും ഇതേ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, തേർഡ് റീഡിംഗ്. അത് കഴിയുന്നതോടെ ആ ഹൗസും ബില്ല് പാസ്സാക്കും. അങ്ങനെ രണ്ട് ഹൗസും ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് പ്രസിഡന്റിന് അയച്ചു കൊടുക്കും. അങ്ങനെ പ്രസിഡന്റ് അയച്ചു കൊടുത്താൽ പ്രസിഡന്റ് ഒപ്പിടാം, തിരിച്ചയക്കാം, വേണമെങ്കിൽ ഒപ്പിടാതിരിക്കാം, വീറ്റോ ചെയ്യാം. അങ്ങനെ അധികാരങ്ങളെല്ലാം ഉണ്ട്. അദ്ദേഹം ഒപ്പിടുകയാണെങ്കിൽ ആ ബില്ല് നിയമമാകുന്നു, ആക്ട് ആകുന്നു. അതാണ് എങ്ങനെയാണ് ഒരു ബില്ല് നിയമമാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനിടയ്ക്ക് ഈ ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങിനും ഇടയ്ക്ക് ചിലപ്പോൾ വേറെ ചില സ്റ്റേജസ് ഉണ്ട് ബിറ്റ്വീൻ ഫസ്റ്റ് റീഡിങ് ആൻഡ് സെക്കൻഡ് റീഡിങ്. അപ്പോൾ സെക്കൻഡ് റീഡിങ് നമ്മൾ പറഞ്ഞു വേണ്ട ഡീറ്റെയിൽ ഡിസ്കഷൻ നടക്കുന്ന അപ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് റീഡിങ് കഴിയുമ്പോൾ ചിലപ്പം ഹൗസ് തീരുമാനിക്കും ബില്ല് ഒരു കമ്മിറ്റിക്ക് വിടാം, ഹൗസിന്റെ ഒരു കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിക്കും. അതിനാണ് നമ്മൾ പറഞ്ഞത് കമ്മിറ്റി സ്റ്റേജ് എന്ന് പറയും. ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റി സ്റ്റേജ്, കമ്മിറ്റിക്ക് പറയുന്നത് സെലക്ട് കമ്മിറ്റി എന്നാണ്, സെലക്ട് കമ്മിറ്റി സ്റ്റേജ്. ലോക്സഭയിലെ ബില്ല് അവതരിപ്പിച്ച് ലോക്സഭ പറയാണ് നമ്മുടെ ഒരു കമ്മിറ്റിക്ക് അത് വിടാം, കമ്മിറ്റി പഠിച്ച് റിപ്പോർട്ട് തരട്ടെ, റെക്കമെൻഡേഷൻ തരട്ടെ, നമ്മൾ എന്നിട്ട് സെക്കൻഡ് റീഡിങ് മതി. അപ്പൊ വിദ്യാഭ്യാസം സംബന്ധിച്ച ബില്ലാണെന്നിരിക്കട്ടെ, കമ്മിറ്റിക്ക് വിടാൻ തീരുമാനിക്കുന്നു. അത് ലോക്സഭയിലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കാം. ഈ കമ്മിറ്റി ബില്ലിനെ കുറിച്ച് പഠിക്കാം, റിപ്പോർട്ട് കൊടുക്കുക, എന്നിട്ട് മാത്രമേ സെക്കൻഡ് റീഡിങ് നടക്കുകയുള്ളൂ. ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു കമ്മിറ്റിക്ക് പകരം രണ്ട് ഹൗസും കൂടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിക്കും. ജോയിന്റ് കമ്മിറ്റി എന്ന് പറയും. ചിലവ് പറയും ഇറ്റ് മേ ബി റെഫർ ടു എ ജോയിന്റ് കമ്മിറ്റി ഓഫ് ദ ടു ഹൗസസ്. രണ്ട് ഹൗസിന്റെ കൂടെ ജോയിന്റ് കമ്മിറ്റി അങ്ങ് പഠിക്കട്ടെ, അപ്പൊ എളുപ്പമുണ്ട്. ഇനി പിന്നെ മറ്റേ ഹൗസിലും പോയി കമ്മിറ്റി ഉണ്ടാക്കണ്ട. ഇവിടെ ജോയിന്റ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ്. ദാറ്റ് കമ്മിറ്റി മേ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ദാറ്റ് കമ്മിറ്റി വിൽ സ്റ്റഡി ദ ബിൽ ആൻഡ് മേക്ക് ഇറ്റ് റെക്കമെൻഡേഷൻ. അങ്ങനെ ജോയിന്റ് കമ്മിറ്റിക്ക് വേണേൽ വിട്ടു കൊടുക്കാം. അതും അല്ലെങ്കിൽ ഒരു മാർഗമുണ്ട്, എലിസിറ്റി പബ്ലിക് ഒപ്പീനിയൻ ദ ബിൽ. ഈ ബില്ലിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ട് വേണേൽ വിടാം. എം പിമാരുടെ അഭിപ്രായമല്ല, ജനങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ബില്ലാണെന്നിരിക്കട്ടെ, ഇപ്പൊ വിമൻസ് റൈറ്റ് സംബന്ധിച്ചൊരു ബില്ലാണ്. അപ്പൊ ഗവൺമെന്റ് തീരുമാനിക്കുന്നു ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം. അങ്ങനെ വിട്ടുകൊടുക്കാൻ വെച്ചാൽ എലിസിറ്റി പബ്ലിക് ഒപ്പീനിയൻ. അപ്പം വനിതാ നേതാക്കന്മാര്, വനിതാ ലീഡേഴ്സ്, അവരുടെ അസോസിയേഷൻകാർക്കൊക്കെ അവരുടെ അഭിപ്രായം പറയാൻ പറ്റും. അതുകൊണ്ടാണ് വേണമെങ്കിൽ അങ്ങനെയുള്ള ബില്ല് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം. ദാറ്റ് ഈസ് റെഫർ ടു ദ പീപ്പിൾ, റെഫർ ടു പബ്ലിക് ഒപ്പീനിയൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ പത്രങ്ങളിലെല്ലാം ഒരു ക്വാർട്ടർ പേജൊക്കെ കാണും, അഡ്വർടൈസ്മെന്റ് കൊടുക്കും. ലോക്സഭയാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, ലോക്സഭയുടെ അല്ലെങ്കിൽ രാജ്യസഭയുടെ അഡ്വർടൈസ്മെന്റ് ആയിട്ട് പേപ്പർ വരും. ഞങ്ങൾ ഈ ബില്ല് കൺസിഡർ ചെയ്യുന്നു, ഇതിനെ സംബന്ധിച്ച് അഭിപ്രായമുള്ളവരെ അറിയിക്കാന്ന് പറയും. അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇതിനെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാം. അങ്ങനെ അഭിപ്രായം എല്ലാം കിട്ടിക്കഴിയും സെക്കൻഡ് റീഡിങ്. അപ്പൊ സെക്കൻഡ് റീഡിങ്ങിന് മുമ്പ് ചിലപ്പോൾ സംഭവിക്കുന്നത് കമ്മിറ്റി സ്റ്റേജ് ഉണ്ടാകാം, ജോയിന്റ് കമ്മിറ്റി സ്റ്റേജ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി റെഫർ ടു എലിസിറ്റ് പബ്ലിക് ഒപ്പീനിയൻ. അങ്ങനെ എല്ലാവരുടെ റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ ചിലപ്പം സെക്കൻഡ് റീഡിങ് തുടങ്ങത്തുള്ളൂ. അപ്പൊ അങ്ങനെ സെക്കൻഡ് റീഡിങ് തുടങ്ങി കഴിഞ്ഞാൽ ഡിസ്കഷനിലൂടെ ഒരുപാട് അമെൻമെന്റ് വരുത്താം. അമെൻമെന്റ് വരുത്തിയിട്ട് ബില്ലിൽ മാറ്റം വരുത്താം. ഇതും അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പുതിയൊരു സ്കീമുണ്ട്, 1993 97 മറ്റോ തുടങ്ങിയ ഒരു സ്കീമാണ് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി. എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഈ ബില്ല് ആ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കും. ഇപ്പൊ എഡ്യൂക്കേഷൻ ആ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കും. ആ കമ്മിറ്റി ബില്ലിനെ കുറിച്ച് പഠിക്കും, എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് മാത്രമേ സെക്കൻഡ് റീഡിംഗ് നടക്കൂ. ഇതെല്ലാം ഫോർമാലിറ്റിയാണ്.
ചിലപ്പോൾ ഇതുണ്ടാവും, ചിലപ്പോൾ ഇതുണ്ടാകത്തില്ല. വളരെ അർജന്റായ ബില്ലാണെങ്കിൽ ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് സെക്കൻഡ് റീഡിങ് കഴിഞ്ഞ് തേർഡ് റീഡിങ് എളുപ്പമാണ് പാസ്സാക്കി എടുക്കും. അതുപോലെ എം പിസിന് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ എം പിസിന്റെ ചുമതല എം പിസ് ബില്ലിനെ കുറിച്ച് ശരിക്കും പഠിക്കണം, ചർച്ചയിൽ പങ്കെടുക്കണം. അപ്പൊ എം പിസ് ഷുഡ് ഡു ദ ഹോംവർക്ക്. എം പി സി കോപ്പി കിട്ടിയാൽ ബില്ലിനെ കുറിച്ച് ശരിക്കും പഠിച്ച് ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ബില്ല് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ എം പി സിനെ നമ്മൾ അയക്കുന്നത് നല്ല നിയമങ്ങൾ ഉണ്ടാക്കാനാണ്. അപ്പൊ എം പി സി ബില്ലിനെ കുറിച്ച് ശരിക്കും പഠിക്കണം, ചർച്ച വരുമ്പോൾ അവർ സജഷൻസ് കൊടുക്കണം, അമെൻമെന്റ് പ്രപ്പോസ് ചെയ്യണം. അങ്ങനെ അവരുടെ പ്രവർത്തനം കൊണ്ട്, കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമേ ബില്ല് അങ്ങനെ പാസ്സായിട്ടുള്ളൂ. ഒന്ന് രണ്ട് ബില്ല് പ്രസിഡന്റ് പെർമിഷനോടെ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഗവൺമെന്റിന് മാത്രം അവതരിപ്പിക്കാനും പറ്റുള്ളൂ. ഉദാഹരണത്തിന് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബില്ല് എന്ന് പറഞ്ഞാൽ ഭരണഘടന ഭേദഗതിയല്ല. പക്ഷെ ആ ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ പ്രസിഡന്റ് പെർമിഷൻ വേണം. പ്രസിഡന്റ് മന്ത്രിക്ക് പെർമിഷൻ കൊടുക്കുകയുള്ളൂ. ഇപ്പൊ ജമ്മു കാശ്മീരിൽ നമ്മൾ കണ്ടു, സ്റ്റേറ്റിനെ ഇല്ലാതാക്കി 2 യൂണിയൻ ടെറിട്ടറി ആക്കി. ആ ബില്ല് അവതരിപ്പിക്കാൻ മന്ത്രിമാർക്കേ അനുവാദമുള്ളൂ. പ്രസിഡന്റ് പെർമിഷനോടെ അവതരിപ്പിക്കാൻ പറ്റും. പ്രസിഡന്റ് വിൽ ഗിവ് പെർമിഷൻ ഓൺലി ടു എ മിനിസ്റ്റർ. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു സ്റ്റേറ്റിന്റെ ഏരിയ കുറയ്ക്കണം അല്ലെങ്കിൽ കൂട്ടണം, അവിടുത്തെ എം പിമാർക്ക് ബില്ല് അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ പ്രസിഡന്റ് പ്രയർ പെർമിഷൻ വേണം. പ്രസിഡന്റ് പ്രയർ പെർമിഷൻ വരാനെന്നുള്ള പറയാൻ കാരണം എന്ന് വെച്ചാൽ പ്രസിഡന്റ് പെർമിഷൻ മന്ത്രിമാർക്ക് കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എം പിമാരൊക്കെ ഒരുപാട് ബില്ല് അവതരിപ്പിക്കുക, ഈ ഏരിയാസ് ഒക്കെ മാറാനായിട്ട് ബില്ല് അവതരിപ്പിച്ചാൽ ദാറ്റ് മേ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് ഈസ് റിക്വയർഡ്. അതുപോലെ ഇന്റർസ്റ്റേറ്റ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് സംബന്ധിച്ച ബില്ലാണെങ്കിൽ പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രസിഡന്റ് റിക്വയർഡ്. ബാക്കിയുള്ളതിനൊന്നും അതിന്റെ ആവശ്യമില്ല. ഇനി ഒന്നുകൂടെ മാത്രം ഓർത്തിരിക്കുക, ബില്ല് പ്രസിഡന്റ് ഒപ്പണമെന്നില്ല. വേണമെങ്കിൽ പ്രസിഡന്റിന് ബില്ല് പാർലമെന്റ് തിരിച്ചയക്കി കൊടുക്കാം റെക്കമെൻഡേഷനോടെ. ഇന്ന അമെന്റ്മെന്റ് തിരിച്ചാൽ കൊള്ളാം. അങ്ങനെ അയക്കുന്നതിന് സസ്പെൻസിവിറ്റി എന്ന് പറയും. അങ്ങനെ അയച്ചാൽ പാർലമെന്റ് വീണ്ടും ബില്ല് പാസ്സാക്കി പ്രസിഡന്റ് അയച്ചു കൊടുക്കാം വിത്തൗട്ട് അമെന്റ്മെന്റ്സ്. അങ്ങനെ വീണ്ടും അയച്ചു കൊടുത്താൽ പ്രസിഡന്റ് ഒപ്പിട്ടേ പറ്റൂ. വേണമെങ്കിൽ ബില്ല് കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യാം. ഈ അധികാരം എല്ലാം ഇന്ത്യ പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റ് അധികാരം പഠിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും. ഇത്രയുമാണ് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. ഓർഡിനറി ബില്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. മണി ബില്ലിനെ കുറിച്ചുള്ള റൂൾസ് പ്രത്യേകമാണ്. ഭരണഘടന ഭേദഗതി സംബന്ധിച്ച ബില്ല് പ്രത്യേകമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇത് നോക്കുക, വീഡിയോ നോക്കുക. അതിനകത്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതുകയാണെങ്കിൽ ഐ ഷാൽ ട്രൈ ടു ഗിവ് റിപ്ലൈ. Hope it is clear to you. For the time being, we shall wind up.